ആണ്. ഇന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പിന്നെ പോലീസ് വരൂല, ഞാൻ മരിച്ചാലും ഇവിടെ കിടന്ന് പുഴുത്താലും വരൂല എന്ന് പറഞ്ഞ പോലീസ് ഇന്നലെ 12 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാണോടി ഒരു എന്താ പറയുക പബ്ലിക്കിൽ വന്നിട്ട് പറയേണ്ട ഒരു കാര്യം? പോലീസ് വരില്ല എന്ന് പറഞ്ഞിന്, എന്നിട്ട് പോലീസ് വന്നെന്നുള്ള നിനക്കൊന്ന് ലേശം ഒരു ഉളുപ്പുണ്ടെങ്കിലല്ല നിൻ്റെ ഈ കുടുംബ ചരിത്രം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതൊന്ന് ഒഴിവാക്കുക. അത് ഞാൻ വിളിച്ചിട്ടല്ല വന്നത്, അതിൻ്റേതായ ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ അടിയും പ്രശ്നത്തിനും അല്ല വന്നത്. പോലീസ് കാര്യം അന്വേഷിക്കാനാണ് വന്നത്. അതും എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു അന്വേഷിച്ചു. 12 മണിയായി. പിന്നെ കുറേ പേര് ഇവിടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സ്, ചാനലുകാർ, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ സത്യങ്ങളെല്ലാം തെളിയും ഉടനെ, വൈകാതെ. ഇതാണിപ്പോൾ വലിയ കാര്യം. ഇവിടെ മുറ്റത്ത് പോലീസ് വരുത്തും, പിന്നെ മറ്റുള്ളവർ അറിയിച്ചിട്ട് പോലീസ് വരുത്തും, ആ കാര്യങ്ങൾ അന്വേഷിക്കലും തിരിച്ചു പോക്കും. ഇതെല്ലാം ഇവിടെ ഏറ്റവും വളരെ അഭിമാനകരമായ നേട്ടങ്ങളാണ്, വിശേഷങ്ങൾ. എന്താ ഇതിനൊക്കെ പറയേണ്ടെന്ന് തന്നെ അറിയില്ല. അതാ പിന്നെ ഇന്നലെ 2 പേരെ കാറിൽ കൂടെ കയറി എൻ്റെ മോളെ ഇരുത്തി വീഡിയോ ചെയ്യിപ്പിച്ചത് മോളെ സംരക്ഷണം ഏറ്റെടുത്ത എന്നെ ജന്മം നൽകിയ എൻ്റെ മാതാവാണ്. അപ്പം നടുക്ക് മാതാവിനെ ഇരുത്തിയിട്ട് മകൾ അപ്പുറത്തിരുത്തി മാതാവിനെ സംസാരിക്കാമായിരുന്നു. കാരണം മാതാവാണല്ലോ എൻ്റെ കൂടെ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം പബ്ലിക്കിൻ്റെ മുമ്പ് കൊച്ചിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചു. ഒരാളടുത്ത് ഫോൺ വിളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മസ്റൂറ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരാളടുത്ത് പറഞ്ഞു, ഉമ്മ കിച്ചണിലായിരുന്ന സമയത്ത് കഴുത്തിൻ്റെ ഇവിടെ തൊട്ടെന്നെന്തോന്ന്, ഇപ്പം അത് ഉത്സവപ്പറമ്പിലായി. എടി, നിൻ്റെ കുട്ടിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അപമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിലല്ല അത് നീ ഒരിക്കലും യൂട്യൂബിൽ വന്ന് കൂവരുത്. കാരണം നിൻ്റെ മകളാണ്, നിൻ്റെ മകളെ ഭാവിയാണ്. അവളിപ്പം ചെറിയൊരു കുട്ടിയാണെങ്കിലും അവൾ വളർന്ന് വലുതാകുന്ന ഒരു പെൺകുട്ടിയായി പ്രായപൂർത്തിയാകുന്ന അവസരത്തിൽ അവൾക്കൊരു നാണക്കേടാണ്. കാരണം എന്തെങ്കിലും നമ്മൾ കുട്ടികൾക്ക് മോശം വന്നു പോയാൽ അത് മറച്ചു വെക്കേണ്ടത് ഓരോ രക്ഷിതാവിന് കടമയാണ്. മക്കൾക്കുണ്ടായ ഓരോ മോശ അനുഭവങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ട് അതിന് ക്യാഷ് വാങ്ങി തിന്നുന്ന ഒരേ ഒരു അമ്മ നീ മാത്രമേ ഉണ്ടാവും. അപ്പം പറയുന്ന സത്യസന്ധത എല്ലാവരിലും റെക്കോർഡുണ്ട്. സത്യസന്ധതയും ക്ലാരിറ്റിയോടും കൂടി കുട്ടിനെ കൊണ്ട് പറയിപ്പിക്കുക. എൻ്റെയും എന്തിനാ നീ ഇതൊക്കെ റെക്കോർഡാക്കി വെക്കുന്നത്? അങ്ങ് മരിച്ചിട്ട് അങ്ങ് പരലോകത്ത് പോയിട്ട് അവിടെ 2 മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനാ നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെക്കോർഡാക്കി വെക്കുന്നു? ഇങ്ങനെ വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളും റെക്കോർഡാക്കി വെക്കുന്ന വേറൊരു വ്യക്തിയും കൂടിയുണ്ട്. ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കൂടി എല്ലാവർക്കും അറിയാം. മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായൊരു വ്യക്തി, നമ്മൾ ഷാജിദ ഷജി. അവളും ഇങ്ങനെയാണ്. എല്ലാവരുടെ വീഡിയോസും എല്ലാവരുടെ വീട്ടിൽ പോകുന്നതും അവളുടെ അടുത്ത് എല്ലാവരും വരുന്നതൊക്കെ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കിലിട്ട് നാട്ടിക്കല്. ഇവർ കുറേ ആൾക്കാരാണ് ഇങ്ങനെ റെക്കോർഡുകാർ. ഷാൻ്റെയും മുമ്പ് നിർത്തി ചോദിക്കണം. കാരണം ഞാനും ഷാനും 3 മക്കളുമാണ് ഈ റൂമിലുള്ളതും ഈ വീട്ടിനകത്തുള്ളതും. ഇപ്പം 2 മാസം കൊണ്ട് മസ്റൂമോൾ അപ്പുറത്താണ്. കാരണം അവിടെയാണ് ടി വിയും കാര്യങ്ങളും. അല്ലെങ്കിലും ഷാഹിദാമാരോട് സംസാരിക്കാൻ മസ്റൂറാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നീ നിൻ്റെ മകളെ നിൻ്റെ ഉമ്മാരുടെ അടുത്ത് കൊണ്ടാക്കണമെങ്കിൽ അവളെ അവിടെ ജീവിക്കാൻ നീ അനുവദിക്കുക. കാരണം എന്താ വെച്ചാൽ അവളെ ഈ ചെയ്തു പോയ ഓരോ തെറ്റുകളും കാര്യങ്ങളും ഇങ്ങനെ വീണ്ടും വീണ്ടും നീ യൂട്യൂബിൽ വന്നിട്ട് വിളമ്പരുത്. കാരണം വെച്ചാൽ അവിടെ ടി വി ഉണ്ടോ മൊബൈലുണ്ടോ ഇനി നിൻ്റെ ഉമ്മാനോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അവരോട് ഒത്ത് ജീവിക്കാൻ ആ കുട്ടിക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ അവരെ വഴിക്ക് വിട്ടുകൊടുക്കുക. അല്ലാണ്ട് നീ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ടിട്ട് അതിന് നീ പൈസ വാങ്ങിയിട്ട് തിന്നല്ല. നിൻ്റെ മോളെ വിറ്റിട്ട് നീ പൈസ വാങ്ങിയിട്ട് തിന്നല്ല. ഉമ്മ നല്ല സംസാരിക്കും, മൊബൈൽ കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇന്നലെയും ആ കുട്ടി ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യണം. അതൊക്കെ നമ്മൾ രക്ഷകർത്താക്കളെ മുമ്പ് വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്യണത് തെറ്റല്ല, ഓക്കെ. പക്ഷേ കാറിൽ എന്തിനിരുത്തി എന്ന് സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ മറ്റേ വീഡിയോ പബ്ലിക്കിലിട്ടില്ല, എൻ്റെ വീട്ടിൽ അടിക്കാൻ കയറുന്ന വീഡിയോ ഇട്ടതിൻ്റെ വാശിയുടെ പുറത്ത് മോളെ കൊണ്ട് സംസാരിപ്പിച്ചതാണെന്ന്. നിൻ്റെതല്ലേ ഉമ്മ, ഉമ്മാൻ്റെതല്ലേ നീ. അപ്പം നിങ്ങളെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ ഇങ്ങനെ എന്താ പറയുക സംഘർഷം. ഇപ്പം എന്താ പറയുക ഈ ഗൾഫ് നാട്ടിൽ നടക്കുന്ന പോലത്തെ യുദ്ധങ്ങളാണ് ഇപ്പോൾ ഇവരെ ജീവിതത്തിൽ ഇവരെ കുടുംബത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എടി, 2 കൈ കൊട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവും, 1 കൈ കൊട്ടിയാൽ ഒരിക്കലും ശബ്ദം ഉണ്ടാവില്ല. അപ്പം നിൻ്റെ ഉമ്മക്ക് മുമ്പേ ഉള്ള ആൾക്കാരാകുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടാകും. നിൻ്റെ അടുത്ത് അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് വിവരമുള്ളവളാണെങ്കിൽ നീ മിണ്ടാതിരിക്കണം. അല്ലാണ്ട് ഉമ്മാക്ക് പകരമായിട്ട് നീ പറയലല്ല.
അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ഇതിനകത്ത് എന്ത് റോളാണ് ഉള്ളത്? ഇന്നലെ ഉമ്മ രായമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ അടി നടന്നു, പക്ഷെ പോലീസ് വന്ന സമയത്ത് ഇവർ ഉറങ്ങിപ്പോയി. അതാണ് സത്യാവസ്ഥ. അതൊന്നും ചില ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ പബ്ലിക് വഴി. ഇപ്പം എന്തായി, നീ അതൊക്കെ നിൻ്റെ ചാനലിൽ കൂടി വിളമ്പിയത് കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർ അതറിഞ്ഞു. പോലീസ് വന്നതൊന്നും അവരറിഞ്ഞിട്ടില്ല, അവർ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പം നിൻ്റെ വായിൽ നിന്ന് എല്ലാം വീണു, എല്ലാവരും കേട്ടു. ഇനിയെങ്കിലും നിർത്തിയിട്ട് പോടി.